അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ ഒരു ഫലവത്തായ തീരുമാനവുമില്ലാതെ വഴിമുട്ടി നിൽക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മാധ്യമങ്ങളെ കണ്ട് ഒരു അന്തിമ കരാറിലെത്താൻ കഴിഞ്ഞില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ലോകത്തിനു മുന്നിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ട്രംപ് വഴങ്ങിയാലും ഇസ്രയേൽ വഴങ്ങില്ലെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ നയതന്ത്ര ചർച്ചയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തന്നെയാണ്. 21 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾക്ക് ശേഷം ഇസ്ലാമാബാദിൽ നിന്നും മടങ്ങുന്ന JD വാൻസ് പറയുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും നല്ല ഓഫറുകൾ പോലും ഇറാൻ തള്ളിക്കളഞ്ഞുവെന്നാണ്. പ്രധാനമായും യുറേനിയം സമ്പുഷ്ടീകരണവും ഇറാന്റെ ആണവാവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളിലാണ് ചർച്ചകൾ ഉടക്കി നിന്നത്. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ചർച്ചകളിൽ ഒരു ഫലവത്തായ അവസാനം കണ്ടെത്താനായില്ലെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തുറന്നു സമ്മതിക്കുന്നു. എങ്കിലും ചർച്ചകൾ തുടരുമെന്ന നേരിയ സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നും തികച്ചും വ്യത്യസ്തമായൊരു പ്രതികരണമാണ് പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് മുതൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പിൻവലിക്കുന്നത് വരെയുള്ള വിഷയങ്ങൾ വിജയകരമായി ചർച്ച ചെയ്തെന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയി അവകാശപ്പെടുന്നത്. എന്നാൽ അമേരിക്ക ചില കാര്യങ്ങളിൽ കടുംപിടുത്തം തുടരുകയാണെന്നും പരസ്പര വിശ്വാസത്തിലൂടെ മാത്രമേ ഈ ചർച്ചകൾ വിജയകരമാവൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. US കടുംപിടുത്തം ഉപേക്ഷിക്കണമെന്ന ഇറാന്റെ ആവശ്യം വ്യക്തമാക്കുന്നത് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത നിരവധി സങ്കീർണമായ പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുകയുന്നുണ്ടെന്ന് തന്നെയാണ്. ഈ നയതന്ത്ര പോരാട്ടത്തിനിടയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പതിവ് ശൈലിയിലുള്ള അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചർച്ചകളുടെ ഫലം എന്തുതന്നെയായാലും തനിക്ക് ആശങ്കയില്ലെന്നും അമേരിക്ക ഈ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞെന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച കടൽ മൈനുകൾ അമേരിക്കൻ സൈന്യം ഇറാന്റെ കണ്ണിൽപ്പെടാതെ നീക്കം ചെയ്തുവെന്ന ട്രംപിന്റെ അവകാശവാദം വലിയ തർക്കങ്ങൾക്ക് കൂടി വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഇറാൻ ഈ അവകാശവാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണങ്ങളോടെ ഇപ്പോൾ തുറന്നിട്ടുണ്ടെന്നും ഇറാന്റെ അനുമതിയോടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാമെന്നും എന്നാൽ സൈനിക കപ്പലുകളെ പ്രവേശിപ്പിക്കില്ലെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടുകളാണ്. ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കുമ്പോഴും ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ തുടരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലബനനിലും യമനിലും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കുമെതിരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇതിന്റെ തെളിവ് കൂടിയാണ്. കഴിഞ്ഞ ദിവസവും തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടത് ചർച്ചകളുടെ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുന്നുണ്ട്. ഇറാന്റെയും സഖ്യകക്ഷികളുടെയും മാപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് നെതന്യാഹു നടത്തിയ ഈ വെല്ലുവിളി പശ്ചിമേഷ്യയിൽ സമാധാനം അത്ര പെട്ടെന്ന് വിരിയുകയില്ല എന്നതിന്റെ സൂചന തന്നെയാണ്. അതേസമയം ഈ സമാധാന ചർച്ചയിൽ മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ വലിയ പ്രതീക്ഷയിലായിരുന്നു. 16 മണിക്കൂർ നീണ്ട ചർച്ചകളിൽ പലതും ശുഭകരമാണെന്ന് അവർ കരുതിയിരുന്നെങ്കിലും JD വാൻസിന്റെ മടക്കം പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്കും ഏറെ തിരിച്ചടിയായി. ഇനി ഈ ചർച്ചകൾ എപ്പോൾ എവിടെ വെച്ച് പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. അമേരിക്കയ്ക്ക് മേൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ട് ഈ സംഘർഷം അവസാനിപ്പിക്കാൻ. എന്നാൽ നെതന്യാഹുവിന്റെ യുദ്ധപ്രഖ്യാപനത്തിന് മുന്നിൽ അമേരിക്കയുടെ സമാധാന നീക്കങ്ങൾ എത്രത്തോളം ഫലം കാണുമെന്നത് കണ്ടറിയണം. ഇസ്ലാമാബാദിലെ ഈ നയതന്ത്ര ചതുരക്കളി ഇനിയും അവസാനിച്ചിട്ടില്ല. പക്ഷേ അത് കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ആയുധശക്തിയും നയതന്ത്രവും തമ്മിലുള്ള ഈ വലിയ പോരാട്ടത്തിൽ സാധാരണക്കാരാണ് ഇന്നും ബലിയാടാകുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നുവെന്ന് പറയുമ്പോഴും സൈനിക നടപടികൾ തുടരുമെന്ന ഭീഷണി ലോക സമാധാനത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വൈറ്റ് ഹൌസിൽ നിന്നും ഇറാനിൽ നിന്നും വരുന്ന ഓരോ വാർത്തകളും ലോകത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നവയാകും എന്നതിൽ സംശയമൊന്നുമില്ല.